മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് കരുതി ടേസ്റ്റ് ഇല്ലായിരിക്കും എന്നുള്ള മുൻധാരണ ഒന്നും വേണ്ട. ഇതുപോലെ അങ്ങോട്ട് ചെയ്തോ, നല്ല ടേസ്റ്റുമാണ്, പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു 4 മുട്ടയിലേക്ക് ഒരു ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് നമ്മൾ മുട്ട വറുത്തെടുക്കില്ലേ, അതുപോലെ തന്നെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ, അരക്കപ്പ് കോൺഫ്ലോർ, ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്തിരി ഉപ്പ്, ഇത്രയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ബജിമാവൊക്കെ പോലെ അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ട് വറുത്ത് വെച്ചിരുന്ന മുട്ട ഞാൻ ഇതുപോലെ ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു മാവിലേക്ക് ഈ മുട്ട അങ്ങോട്ട് ഇട്ട് കൊടുത്ത് പൊടിഞ്ഞു പോവാതെ ഒന്നങ്ങ് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരിത്തിരി ഓയിൽ ഒഴിച്ച് ചൂടായ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് റെഡി ആവും കേട്ടോ. ഒരു വശം ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒന്നങ്ങ് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായ പാനിലേക്ക് ഒരിത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ഇട്ട് വഴന്ന് വരുമ്പോൾ വലിയൊരു സവാള കനം കുറച്ച് അരിഞ്ഞതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയിട്ട് 1 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 2 കളർ ഉള്ളതുകൊണ്ട് ചേർത്ത് കൊടുത്താണ്. 1 കളർ ക്യാപ്സിക്കം ആയാലും ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഇട്ട് പെട്ടെന്നൊന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് ഒരിത്തിരി വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല ലൂസായിട്ട് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാർന്ന എഗ്ഗ് ചേർത്ത് വീണ്ടും നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് കുറച്ച് സ്പ്രിംഗ് ഒണിയനൊക്കെ ഇട്ടെടുത്താൽ ടേസ്റ്റിന് ഒട്ടും കുറവില്ലാത്ത ചില്ലി എഗ്ഗ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ പെട്ടെന്നായിക്കോട്ടെ.